കലാഭവൻ മണിയുടെ മരണം സ്വാഭാവിക മരണമാകാനുള്ള സാധ്യതകൾ തള്ളി മെഡിക്കൽ ബോർഡ്. മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ച് കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം പുറത്തുവന്നതോടെയാണ് പോലീസ് മെഡിക്കൽ ബോർഡ് അസ്വാഭാവിക മരണമെന്ന നിഗമനത്തിലെത്തിയത്. മരണകാരണമാകാവുന്ന അളവിൽ മണിയുടെ ശരീരത്തിൽ മെഥനോൾ എത്തിയതായാണ് പരിശോധനാ ഫലം. കലാഭവൻ മണിയുടെ ശരീരത്തിൽ മരണകാരണമായേക്കാവുന്ന അളവിൽ മെഥനോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായാണ് കേന്ദ്ര ഫോറൻസിക് ലാബിലെ റിപ്പോർട്ട്. കാക്കനാട്ടെ ഫോറൻസിക് ലാബിൽ കണ്ടെത്തിയതിനേക്കാൾ ഇരട്ടിയിലധികം മെഥനോൾ ശരീരത്തിൽ എത്തിയെന്നാണ് പരിശോധനാ ഫലം. 45 മില്ലിഗ്രാം മെഥനോൾ ശരീരത്തിൽ എത്തിയെന്ന കണ്ടെത്തൽ മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ചു. പരിശോധനാ ഫലം സംബന്ധിച്ച് നടന്ന പോലീസ് മെഡിക്കൽ ബോർഡ് സംയുക്ത യോഗത്തിലാണ് അസ്വാഭാവിക മരണമെന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത്. മണിയെ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ മെഥനോളിന്റെ അംശം കണ്ടെത്തിയിരുന്നു. മരണം സംഭവിച്ചതോടെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കാക്കനാട്ടെ ഫോറൻസിക് ലാബിൽ ചെറിയ അളവിൽ മാത്രമാണ് മെഥനോൾ സാന്നിധ്യം കണ്ടെത്തിയത്. ഇത് ബിയർ കഴിച്ചത് മൂലം ശരീരത്തിൽ എത്തിയതാകാം എന്നായിരുന്നു പോലീസിന്റെ നിഗമനം. വിഷമദ്യം ഉൾപ്പെടെ മണിയുടെ ഔട്ട് ഹൗസായ പാടിയിൽ എത്തിയതായി കണ്ടെത്തിയെങ്കിലും മണി ചാരായം ഉപയോഗിച്ചിരുന്നില്ല എന്നായിരുന്നു പോലീസ് ഭാഷ്യം. മണിയുടെ ശരീരത്തിൽ മെഥനോൾ എത്തിച്ചേരാനുള്ള സാധ്യതകളെപ്പറ്റി കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല. മരണം നടന്ന 3 മാസം പിന്നിടുമ്പോഴും മണിയുടെ മരണകാരണത്തിൽ വ്യക്തതയിലെത്താൻ പോലീസിനായിരുന്നില്ല. മരണകാരണമായേക്കാവുന്ന തരത്തിൽ മെഥനോൾ ഉള്ളിച്ചെന്നതായുള്ള കണ്ടെത്തൽ അന്വേഷണത്തിൽ വഴിത്തിരിവാകുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണിയുടെ ശരീരത്തിൽ എത്തിയത് വിഷമദ്യമാണെന്നാണ് സംശയമെന്ന് മണിയുടെ അനുജൻ രാമകൃഷ്ണൻ. സഹായികളുടെ അറിവോടെയാകാം മെഥനോൾ ശരീരത്തിലെത്തിയത്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം. കേസ് CBIക്ക് വിട്ടപ്പോഴാണ് സാബു മാന്യതയെക്കുറിച്ച് സംസാരിക്കുന്നത്. കഴിഞ്ഞ 3 മാസം സാബുവിൻ്റെ മാന്യത എവിടെയായിരുന്നുവെന്നും രാമകൃഷ്ണൻ ചോദിച്ചു. തീർച്ചയായിട്ടും അവിടെ അരുൺ, വിപിൻ, വിനയൻ എന്ന് പറയുന്ന ആളുകളോട് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ കാര്യങ്ങൾ മാനേജർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ രാവിലെ 5 മണിക്ക് വിപിൻ കൊടുത്തിട്ടുള്ള ഈ പാനീയം എന്ന് പറഞ്ഞ പെപ്സിയിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഏതോ മദ്യം കലക്കി കൊടുത്തിരിക്കണം എന്നുള്ളൊരു ബലമായ സംശയം ഞങ്ങൾക്കുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ മാനവും അഭിമാനവും ഒക്കെ ഈ 3 മാസക്കാലം അത്രയും ഉണ്ടായില്ലേ? ഈ പ്രതികളെല്ലാവരും തന്നെ ചാനലിൽ കയറി വളരെ സജീവമായിരുന്നല്ലോ. ഇപ്പൊ കേസ് CBIക്ക് വിട്ടു എന്ന് പറയുമ്പോൾ ഇത് എന്താ ഇപ്പോഴാണോ ആ അപമാനമൊക്കെ ഉണ്ടായത്? അഭിമാനത്തിനും അല്ലെങ്കിൽ അപമാനത്തിനൊക്കെ കേസ് കൊടുക്കാൻ പോണത് സാബുവിന് ഇപ്പോഴാണ് ഉണ്ടായത്. സാബു അടക്കം വരെ കയറി എന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ പ്രതി അല്ലെങ്കിൽ പിന്നെ എന്തിന് ഇത്രമാത്രം ചുണക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? കൊച്ചി മെട്രോ പദ്ധതി 2017 മാർച്ചിൽ പൂർത്തിയാക്കുമെന്ന് DMRC മുഖ്യ ഉപദേഷ്ടാവ് E. ശ്രീധരൻ. പദ്ധതിയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് വിശദമായ റിപ്പോർട്ട് നൽകുമെന്നും ശ്രീധരൻ പറഞ്ഞു. പദ്ധതിയുടെ പുരോഗതി സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ നിർമ്മാണ പുരോഗതിയും നിർമ്മാണം പൂർത്തിയാക്കുന്നതിലെ തടസ്സം നീക്കുന്നതിന് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നതും സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് DMRC മുഖ്യ ഉപദേഷ്ടാവ് E. ശ്രീധരൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പദ്ധതിയിലെ ഇതുവരെയുള്ള പുരോഗതി, തുടർന്നുള്ള പ്രവർത്തനം, ഇതിൻ്റെയൊക്കെ ഡെമോ പ്രസന്റേഷൻ E. ശ്രീധരൻ മുഖ്യമന്ത്രിക്ക് മുന്നിൽ നടത്തി. പദ്ധതിയുടെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള നോട്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതായും 2017 മാർച്ച് മാസത്തിൽ തന്നെ കൊച്ചി മെട്രോ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും E. ശ്രീധരൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കി. മുഖ്യമന്ത്രി നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ്. കൊച്ചി തീർച്ചയായിട്ടും പദ്ധതിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണ്ടതിനാൽ E. ശ്രീധരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായും ചർച്ച നടത്തി. കോഴിക്കോട് തിരുവനന്തപുരം മോണോ റെയിലിന്റെ കാര്യത്തിൽ പിന്നീട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും E. ശ്രീധരൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LNG പൈപ്പ് ലൈൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഗെയിൽ ചെയർമാൻ BC ത്രിപാഠി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. പദ്ധതിയുടെ ഭാഗമായുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ചർച്ച. പദ്ധതിയുടെ സുരക്ഷ, നടപ്പാക്കിയാൽ കേരളത്തിനുണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്നിവയെല്ലാം ചർച്ചാ വിഷയമാകും. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിൽ ചിലയിടങ്ങളിൽ എതിർപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ പോലീസ് ആസ്ഥാനത്ത് ഇന്ന് ഉന്നതതല യോഗം ചേരും. DGP മുതൽ ജില്ലാ പോലീസ് മേധാവിമാർ വരെ പങ്കെടുക്കുന്ന യോഗത്തിൽ സ്ത്രീ സുരക്ഷയുൾപ്പെടെയുള്ള വിഷയങ്ങളും പോലീസ് നയവും ചർച്ചാ വിഷയമാകും. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായാണ് പിണറായി വിജയൻ പോലീസ് ആസ്ഥാനത്തെത്തുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് അധ്യക്ഷത വഹിക്കാനെത്തുന്ന ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കും. DGP മുതൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് വരെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർക്കാരിന്റെ പോലീസ് നയം പ്രധാന ചർച്ചാ വിഷയമാകും. സ്ത്രീ സുരക്ഷ, ക്രമസമാധാന പ്രശ്നങ്ങൾ, ആധുനിക രീതിയിലുള്ള കുറ്റാന്വേഷണ സംവിധാനം, കേസന്വേഷണത്തിലെ കാലതാമസം, പോലീസ് ഉദ്യോഗസ്ഥരുടെ സമീപനം തുടങ്ങിയവയും മുഖ്യമന്ത്രി ചർച്ചയിൽ കൊണ്ടുവരും. ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പക്ഷപാതിത്വം പുലർത്താൻ പാടില്ലെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നൽകും. കേസന്വേഷണത്തിലെ കാലതാമസം ഒഴിവാക്കുന്നതിന് കർശന നിർദ്ദേശം യോഗത്തിലുണ്ടാകും.
പൊതുജനങ്ങളോടുള്ള പോലീസിന്റെ സമീപനത്തിൽ മാറ്റം വരുത്തുന്ന കാര്യവും വാഹന പരിശോധന ഉൾപ്പെടെയുള്ളവയിൽ പോലീസ് സ്വീകരിക്കുന്ന നിലപാടുകളും നിയമം നടപ്പാക്കുന്നതിലെ കാലതാമസവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വൈകുന്നേരം 3 മണിക്കാണ് യോഗം. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുട്ടനാട് പാക്കേജ് പുനരാരംഭിക്കുന്നതിന് പ്രധാനമന്ത്രിയെ കാണുമെന്ന് കൃഷിമന്ത്രി സുനിൽകുമാർ. കുട്ടനാട് പാടശേഖരം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെല്ലിന്റെ കുടിശ്ശിക 10 ദിവസത്തിനകം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടനാടൻ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനായാണ് കൃഷിമന്ത്രി സുനിൽകുമാർ കുട്ടനാട് സന്ദർശിച്ചത്. കുട്ടനാട് പാക്കേജിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണും. സത്യം പറഞ്ഞാൽ ഈ കുട്ടനാട് പാക്കേജ് ഫലവത്തായി നടപ്പാക്കിയിരുന്നെങ്കിൽ നമ്മുടെ ഈ കുട്ടനാട് പ്രദേശം ഒരു സ്ഥലത്ത് പോലും മട വീഴാതെ ഇത് സംരക്ഷിക്കപ്പെടുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം, ഈ പാക്കേജ് ഇനി ആരംഭിക്കാൻ വേണ്ടി കൃഷി ഡയറക്ടറോടും സെക്രട്ടറിയോടും അതിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നെല്ലിന്റെ കുടിശ്ശിക വിലയായിട്ടുള്ള 338 കോടി രൂപ 10 ദിവസത്തിനകം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. നാളികേര കർഷകരുടെ കുടിശ്ശികയായ 48 കോടി രൂപയിൽ 12 കോടി രൂപ അനുവദിച്ചതായും മന്ത്രി സൂചിപ്പിച്ചു. പാക്കേജിന്റെ ഭാഗമായി നിർമ്മിച്ച പുറംബണ്ടിന്റെ നിർമ്മാണാവലോകനം നടത്തിയിട്ട് പണം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കൂടാതെ കഴിഞ്ഞ ദിവസം മടവീഴ്ച നടന്ന കുപ്പപ്പുറം പാടശേഖരവും മന്ത്രി സന്ദർശിച്ചു. ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ചിത്തിരക്കായലിൽ പുഞ്ചകൃഷി നടത്താനും മന്ത്രി നിർദ്ദേശം നൽകി. നേരത്തെ റാണിക്കായലിൽ കൃഷി ഇറക്കിയിരുന്നു. ഇനി ചിത്തിരക്കായലിൽ കൃഷി ഇറക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനാണ് മന്ത്രി കൃഷിവകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ 6 ബ്ലോക്കിൽ നെൽകൃഷി ഇറക്കാൻ കഴിയുമോ എന്ന് പരിശോധന നടത്താനും ജില്ലാ കളക്ടറോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ജിഷ വധക്കേസിൽ ബംഗ്ലാദേശ് സ്വദേശിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. പ്രത്യേക സംഘം മുർഷിദാബാദിൽ തുടരുകയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ദേഹപരിശോധന ഇന്നും തുടരും. ജിഷ കൊല്ലപ്പെട്ട ദിവസം പെരുമ്പാവൂരിലുണ്ടാവുകയും പിന്നീട് ഒളിവിൽ പോവുകയും ചെയ്ത ബംഗ്ലാദേശ് സ്വദേശിയെ തേടിയാണ് അന്വേഷണ സംഘം മുർഷിദാബാദിൽ തുടരുന്നത്. ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾക്കൊപ്പം താമസിച്ചിരുന്നതിനാൽ ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മുർഷിദാബാദിൽ നിന്ന് അറിയാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ജിഷ കൊല്ലപ്പെട്ട ദിവസവും തലേന്നുമായി ജിഷയുടെ നമ്പറിലേക്ക് 9 മിസ്ഡ് കോളുകൾ ഇയാളുടെ നമ്പറിൽ നിന്ന് വന്നതായി പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ വ്യക്തിക്ക് ജിഷയുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് പോലീസ് ഉറപ്പിക്കുന്നത്. അതോടൊപ്പം പെരുമ്പാവൂരിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ദേഹപരിശോധന നടന്നുവരുന്നുണ്ട്. ജിഷയുമായുള്ള ബലപ്രയോഗത്തിനിടെ കൊലയാളിക്ക് മുറിവേറ്റതായി അന്വേഷണ സംഘത്തിന് വ്യക്തത ലഭിച്ചിരുന്നു. അതിനാൽ പരുക്കോ മുറിവുകളോ ഉണ്ടോ എന്ന് തിരിച്ചറിയാനാണ് ദേഹപരിശോധന തുടരുന്നത്. ജിഷയുടെ അമ്മ രാജേശ്വരിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. ഇവർ മാനസികാസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതിനാൽ പിന്നീട് വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനിടെ ജിഷയുടെ പിതാവ് പാപ്പുവിനെ താൻ രഹസ്യമായി പാർപ്പിച്ചിരിക്കുകയാണ് എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് പൊതുപ്രവർത്തകൻ ജോമൻ പുത്തമ്പുരയ്ക്കൽ വ്യക്തമാക്കി. ജിഷ വധക്കേസിൽ കോൺഗ്രസ് നേതാവ് പി തങ്കച്ചനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും തങ്കച്ചൻ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി വറുതിയുടെ കാലം. സംസ്ഥാനത്തെ 47 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. ജൂലൈ 31 വരെയാണ് നിരോധനം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി യന്ത്രവൽകൃത ബോട്ടുകൾ കടലിൽ ഇറക്കാൻ പാടില്ല. തീരദേശത്തെ ഡീസൽ പമ്പുകൾ ഇന്ന് മുതൽ അടച്ചിടും. 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെ പരമ്പരാഗത രീതിയിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ബാധകമല്ല. വള്ളങ്ങൾക്ക് ആവശ്യമായ ഡീസൽ മത്സ്യഫെഡിന്റെ ഡീസൽ പമ്പിൽ നിന്ന് ലഭ്യമാകും. കോടികൾ മുടക്കി നിർമ്മിച്ച കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങൾ ചോർന്നൊലിക്കുന്നു. OP വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടവും സ്റ്റെറിലൈസേഷൻ വിഭാഗം കെട്ടിടവുമാണ് ചോർന്നൊലിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് ഉടൻ അന്വേഷിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. 540 കോടി രൂപ ചെലവിൽ തൊഴിലാളികളുടെ പണം ഉപയോഗിച്ച് പാരിപ്പള്ളിയിൽ ESI കോർപ്പറേഷൻ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ചോർന്നൊലിക്കുന്നത്. ഭിത്തിയിലൂടെയും പടിക്കെട്ടുകളിലൂടെയുമാണ് മഴക്കാലത്ത് ചോരുന്നത്. പടിക്കെട്ടുകളിൽ വെള്ളത്തിൽ ചവിട്ടി കാൽവഴുതി വീഴാതിരിക്കാൻ ബേസ് ബോർഡ് നിർത്തിയ നിലയിലാണ്. മാർബിൾ പതിപ്പിച്ച ഭിത്തിയിലും നനവ് കാണാം. മെഡിക്കൽ കോളേജിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടങ്ങളിൽ ലാബ്, അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, സ്റ്റെറിലേഷൻ വിഭാഗത്തിലും OPയിലും വരെ ചോർച്ചയുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് കെട്ടിടത്തിനുള്ളിൽ പാലരുവിക്ക് സമാനമാണ് ചോർച്ചയെന്ന് ചില ജീവനക്കാർ പറയുന്നു. ലിഫ്റ്റിനുള്ളിൽ വരെ വെള്ളം ഒഴുകിയതിനെ തുടർന്ന് ലിഫ്റ്റിന്റെ പ്രവർത്തനവും താറുമാറായി. നിർമ്മാണ മേൽനോട്ടത്തിന് എഞ്ചിനീയർമാരും ക്വാളിറ്റി കൺട്രോളർ വരെ ഉണ്ടായിട്ടാണ് കെട്ടിടത്തിന്റെ ഈ ശോചനീയ അവസ്ഥ. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. നിർമ്മാണത്തെ സംബന്ധിച്ച് നിർമ്മാണത്തിന്റെ അപാകതയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പോരായ്മ. 540 കോടി രൂപയാണ് ESI കോർപ്പറേഷന് വിനിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. എല്ലാ കെട്ടിടങ്ങളും ഇന്നിപ്പോൾ ചോർന്നിരിക്കുകയാണ്. രോഗികൾക്കോ ഓഫീസോ മറ്റോ ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ കെട്ടിടം താറുമാറായി കിടക്കുകയാണ്.
യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ തട്ടിപ്പാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. വലിയ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട്. MP ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇതിൻ്റെ പങ്കിനെ സംബന്ധിച്ചുൾപ്പെടെ അന്വേഷണം നടത്തേണ്ടതാണ് എന്നാണ് CPM ആവശ്യപ്പെടുന്നത്. അതേസമയം ചോർച്ചയെക്കുറിച്ച് ESI മൗനം പാലിക്കുകയാണ്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉടൻ ഉയർത്തണമെന്ന് തമിഴ്നാട്. ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ജയലളിത ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ മുഖ്യമന്ത്രി ജയലളിതയോട് ആവശ്യപ്പെട്ടിരുന്നു. മുല്ലപ്പെരിയാറിനൊപ്പം കാവേരി നദീജല വിഷയത്തിലും കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നും തമിഴ്നാടിന് 2.11 ലക്ഷം കോടി സാമ്പത്തിക സഹായം വേണം എന്ന ആവശ്യങ്ങളും ജയലളിത ഉന്നയിക്കും. NDA പ്രവേശനം സംബന്ധിച്ചും ഇന്ന് BJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയാവും. നാദാപുരം തൂണേരി വെള്ളൂരിലെ ഷിബിൻ വധക്കേസിൽ കോടതി നാളെ വിധി പറയും. 2015 ജനുവരി 22-നായിരുന്നു നാദാപുരത്തെ DYFI പ്രവർത്തകൻ ഷിബിനെ മുസ്ലിം ലീഗ് ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. DYFI പ്രവർത്തകൻ ഷിബിനെ മുസ്ലിം ലീഗ് ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ആഴ്ചയാണ് അതിവേഗ കോടതിയിൽ വിചാരണ പൂർത്തിയായത്. കേസിൽ ആകെ 66 സാക്ഷികളെ വിസ്തരിച്ചു. 151 രേഖകളും 55 തൊണ്ടിമുതലുകളും കോടതി പരിശോധിച്ചു. നാദാപുരത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകരായ തെയ്യമ്പാടി ഇസ്മയിലും സഹോദരൻ മുനീറും ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയവും വർഗീയവുമായ കാരണങ്ങളാൽ ഷിബിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഷിബിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 6 പേർക്കും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 1 മുതൽ 11 വരെയുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്നും 12 മുതൽ 17 വരെയുള്ള പ്രതികൾ മറ്റുള്ളവരെ രക്ഷപ്പെടാനും ഒളിവിൽ കഴിയാനും സഹായിച്ചുവെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കൊലപാതകം, വധശ്രമം, മാരകായുധം കൊണ്ട് പരിക്കേൽപ്പിക്കൽ, കലാപമുണ്ടാക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2016 ഏപ്രിൽ 16-നാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൃഷിവകുപ്പിനെ വിശ്വസിച്ച് വിത്ത് വാങ്ങി കൃഷിയിറക്കിയ കർഷകർ ദുരിതത്തിൽ. കാന്തല്ലൂരിൽ കാബേജ്, കാരറ്റ് വിത്തുകൾ വാങ്ങി കൃഷി ചെയ്തവരാണ് കൃഷി ഒന്നടങ്കം നശിച്ച് ദുരിതത്തിലായത്. 350 ഏക്കർ ഭൂമിയിൽ സർക്കാരിനെ വിശ്വസിച്ച് കൃഷി ചെയ്ത കർഷകരാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ വാഗ്ദാനം വിശ്വസിച്ച് കൃഷിയിറക്കിയ കർഷകരാണ് കാന്തല്ലൂർ മേഖലയിൽ ദുരിതത്തിലായത്. കൃഷിവകുപ്പ് വിതരണം ചെയ്ത വിത്തുപയോഗിച്ച് കൃഷിയിറക്കിയ കർഷകർക്ക് 350 ഏക്കറിൽ അധികം ഭൂമിയിൽ വിളയിപ്പിച്ച ക്യാബേജ്, കാരറ്റ് കൃഷികളാണ് വിത്തിന്റെ നിലവാരമില്ലായ്മ മൂലം ദുരിതം പേരേണ്ടി വന്നത്. ഇത് വന്നിട്ട് നമുക്ക് കൃഷിഭവന് ഫ്രീ ആയിട്ട് കൊടുത്ത വിത്താണ്. ആ വിത്തിൽ വന്നിട്ട് ഇപ്പോൾ 3 മാസം വിളവെടുക്കുന്ന സമയമായി. ഈ കിളങ്ങായതുകൊണ്ട് മുകളിൽ കായ്ക്കാത്ത നമുക്ക് ഇതുകൊണ്ട് ഭയങ്കര നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത് കൃഷിഭവനിലും കാണിച്ചു, പിന്നെ ഇതിന് ഒരു മറുപടി അവർ പറഞ്ഞില്ല ഇതുവരെ. ഈ വിത്ത് തന്നെ ഞങ്ങൾ വിത്ത് എടുത്തുകൊണ്ട് വന്ന് കൃഷി ചെയ്യുവാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരില്ല. ഇത് കൃഷിഭവനും അതുപോലെ VPCക്കും വിശേഷിച്ച് അവർ തന്ന വിത്തിൽ ഏറ്റവും പാഴ്ച പറ്റിയതാണ്. പാഴ്ച പറ്റിയതുകൊണ്ട് ഞങ്ങൾ കർഷകർ മൊത്തം എല്ലാ ദുരിതത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ പരമ്പരാഗത കൃഷിരീതി പിന്തുടർന്ന കർഷകരെ കൂടുതൽ വിള ലഭിക്കുമെന്ന വാഗ്ദാനം നൽകിയാണ് കൃഷിവകുപ്പ് പുതിയ വിത്തുകൾ നൽകി കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കൃഷിവകുപ്പ് നൽകുന്ന വിത്തുകളിൽ അപാകതയുണ്ടെന്ന് മുൻകാലങ്ങളിൽ കർഷകർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ പരിഗണിക്കാതെയാണ് കൃഷിവകുപ്പ് വിത്തുകൾ വീണ്ടും വിതരണം ചെയ്തത്. ഇതാണ് കാന്തല്ലൂരിലെ ക്യാബേജ്, കാരറ്റ് കർഷകരെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പെരുന്നാൾ ദിനം മൈലാഞ്ചി അണിയൽ ഒത്തുചേരലിന്റെ കൂടിച്ചടങ്ങാണ്. റംസാനോട് അനുബന്ധിച്ച് കോഴിക്കോട് മാങ്കാവിൽ മൈലാഞ്ചിയിടൽ മത്സരം സംഘടിപ്പിച്ചു. മൈലാഞ്ചി മുഞ്ചുള്ള കൈകൾ തൊടുമ്പോൾ കിനാവു ചൊരിയുമെന്ന് പാടിയിട്ടുണ്ട് കവി. മൈലാഞ്ചി ചുവപ്പിന്റെ മനോഹാരിതയാണ് റംസാൻ കാലത്തെ നിറമുള്ള കാഴ്ചകളിൽ ഒന്ന്. പെരുന്നാൾ രാവിനാണ് മൈലാഞ്ചി അണിയുക. എങ്കിലും വരാനിരിക്കുന്ന ആ ദിവസത്തെ മൈലാഞ്ചി ചോപ്പണിഞ്ഞ് കാത്തിരിക്കുകയാണ് ഇവർ. കോഴിക്കോട് മാങ്കാവിലെ ദയാ റെസിഡൻസ് ആണ് കുട്ടികൾക്കായി റംസാൻ കാലത്ത് മൈലാഞ്ചിയിടൽ മത്സരം സംഘടിപ്പിച്ചത്. കൈനിറയെ വിവിധ തരത്തിലുള്ള ഡിസൈനുകൾ. അരച്ചിടുന്ന മൈലാഞ്ചിയേക്കാൾ ട്യൂബ് തന്നെയാണ് താരം. കലീജിയൻ സ്റ്റൈലിനാണത്രേ മൈലാഞ്ചി അണിയലിൽ ആവശ്യക്കാർ ഏറെയും. നമ്മൾ ഈദ് കഴിഞ്ഞ് പോകുമ്പോഴും എല്ലാ കൈയിലും ചുവന്ന് ഇരിക്കുമ്പോഴാണ് അതിൻ്റെതായ ഒരു ഭംഗി. കൈകളിൽ മൈലാഞ്ചി മുഞ്ചിന്റെ ഇശലുകൾ തീർത്ത് ഹൂറിമാർ.
മൈലാഞ്ചിയുടെ ഗന്ധവും കൈവെള്ളയിൽ വിരിഞ്ഞിരിക്കുന്ന ചുവന്ന പൂക്കളും ഒപ്പം നിറഞ്ഞ പുഞ്ചിരിയും. മൈലാഞ്ചി ചുവപ്പിന്റെ മൊഞ്ചും ഒപ്പനയുടെ താളവും റംസാൻ കാലത്തെ പ്രധാന കാഴ്ചകളാണ്. മനോഹരമായ കൈകളെ ചുവപ്പണിയിച്ച് വരാനിരിക്കുന്ന പെരുന്നാൾ ദിനത്തെ കാത്തിരിക്കുകയാണ് ഇവർ. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. കടുത്തുരുത്തിയിൽ കാർഷിക മേഖലയുടെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾക്കാണ് മുൻഗണനയെന്ന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA. സാങ്കേതിക കാരണങ്ങളാൽ മണ്ഡലത്തിൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കും. ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ പ്രാദേശിക വികസനത്തിന് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. കടുത്തുരുത്തിയിൽ 42,256 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അഡ്വക്കേറ്റ് മോൻസ് ജോസഫിന്റെ വിജയം. സംസ്ഥാനത്തെ UDF MLA-മാരിൽ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനമാണ് മോൻസിന്. വലിയ ഉത്തരവാദിത്തത്തിലേക്കുള്ള ഒരു ചുവടുവയ്പായി ഈ വിജയത്തെ കണ്ടുകൊണ്ട് കർഷകരും കർഷക തൊഴിലാളികളും ഏറെയുള്ള കടുത്തുരുത്തിയിൽ കാർഷിക മേഖലയുടെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾക്കാണ് മോൻസ് ജോസഫ് MLA മുൻഗണന നൽകുന്നത്. ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്ന് കാർഷിക മേഖലയുടെ പുരോഗതിയാണ്. അതിന്റെ ഭാഗമായി കാർഷിക പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ ഈ മണ്ഡലത്തിലുണ്ട്. അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല വിധത്തിൽ നടപ്പാക്കുന്നതിനുള്ള പരിശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകും. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഒരുപിടി കാര്യങ്ങൾ ഇപ്പം ഇതിനോടകം മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബായി കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തെ മാറ്റുക. നിയോജക മണ്ഡലത്തിൽ 11 പഞ്ചായത്തുണ്ട്. അവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഇനി ചെയ്യേണ്ടതുമായ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോറിറ്റി കൊടുക്കും. സാങ്കേതിക കാരണങ്ങളാൽ മണ്ഡലത്തിൽ വിവിധ പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നുണ്ട്. അവയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രത്യേക പരിഗണന നൽകും. മുൻ വർഷങ്ങളിലേതുപോലെ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണം ഉറപ്പാക്കുമെന്നും മോൻസ് ജോസഫ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മാധ്യമപ്രവർത്തക അനുശ്രീ പിള്ള അന്തരിച്ചു. 28 വയസ്സായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മലയാളം പോർട്ടലായ സമയം.comന്റെ സീനിയർ കോപ്പി എഡിറ്ററായിരുന്നു. ഇന്നലെ രാത്രി പത്തനംതിട്ട ചുങ്കപ്പാറയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർ ചികിത്സയ്ക്കായി കോഴഞ്ചേരിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പത്തനംതിട്ട ജില്ലയിലെ ചുങ്കപ്പാറ ചാലാപ്പള്ളി സ്വദേശിനിയാണ്. കേരള വിഷൻ, ജയ്ഹിന്ദ്, ഇന്ത്യ വിഷൻ, TV ന്യൂസ് ചാനലുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ബുധനാഴ്ച നടക്കും. കൈരളി TV പ്രോഗ്രാം അസോസിയേറ്റ് ഡയറക്ടർ PO മോഹനന്റെ അമ്മ സരസമ്മ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് കോട്ടയം കഞ്ഞിക്കുഴിയിലെ വീട്ടുവളപ്പിൽ നടക്കും.